ഹലോ ഡിയേഴ്സ്, നമ്മൾ ബേസിക് ഹാൻഡ് എംബ്രോയ്ഡറിയിൽ 7ാമത്തെ സ്റ്റിച്ചാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ സ്റ്റെം സ്റ്റിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സ്റ്റെം സ്റ്റിച്ചിൻ്റെ യൂസിങ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ആദ്യം സ്റ്റെം സ്റ്റിച്ച് എങ്ങനെ എടുക്കുന്നതെന്നുള്ളതൊക്കെയാണ് ഞാൻ പഠിപ്പിച്ച് തരാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ത്രെഡൊക്കെ എടുക്കുന്ന രീതിയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നീഡിൽ ത്രെഡ് കോർക്കുന്നതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റെം സ്റ്റിച്ച് എടുക്കുന്ന രീതി വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ആ ലൈനിൽ നിന്ന് നമ്മൾ ത്രെഡ് ആദ്യം എടുക്കുക. എന്നിട്ട് കുറച്ച് മുൻപിലേക്ക് നീക്കിയിട്ട് നമ്മൾ ഇതേപോലെ ത്രെഡ് ഒന്ന് പിടിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്തപ്പോൾ നമുക്കൊരു നോട്ട് കിട്ടിയിരുന്നു അല്ലേ? അതേപോലത്തെ ഒരു നോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റിച്ച് കൊടുത്തിട്ടുള്ള ആ ഭാഗം, അതായത് ആദ്യം നമ്മൾ കുത്തിയെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത്, ഇപ്പം ഞാൻ പെൻ വെച്ചിട്ട് മാർക്കിങ് ചെയ്യുന്ന ഭാഗം, അവിടെ നിങ്ങൾ രണ്ടാമത് സ്റ്റിച്ച് കൊണ്ടുവരിക. താഴേന്ന് ഈ നോട്ട് ഇങ്ങനെ കിടന്നോട്ടെ, നോട്ട് ഇങ്ങനെ ലൂസായിട്ട് കിടന്നോട്ടെ. ബിഗിനേഴ്സ് ചെയ്ത് പഠിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആ പോയിൻ്റ് ഇട്ട് കൊടുത്ത ഭാഗത്തേക്ക് നീഡിലും ത്രെഡും കൂടെ കയറ്റിക്കുമ്പോൾ നമുക്ക് ഇതേപോലൊരു നോട്ട് കിട്ടും, ഒരു സ്റ്റെം കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി കുറച്ച് മുൻപിലേക്ക് നീക്കിയിട്ട് വീണ്ടും ത്രെഡ് താഴേക്ക് ഇറക്കി, അപ്പോൾ നമുക്ക് വീണ്ടും എഗെയിൻ നമുക്ക് എന്താ ചെയ്യുക, നമുക്ക് വീണ്ടും ഒരു സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്ത് ചെയ്യണം, ഇപ്പോൾ ചെയ്ത സ്റ്റിച്ചിൻ്റെ അരികത്തായിട്ട് ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നീഡിലും ത്രെഡും കൂടെ എടുക്കുക. അപ്പോൾ നോക്ക്, നല്ല കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റെം സ്റ്റിച്ച് കിട്ടി. ഇനി അടുത്തത് ചെയ്യുമ്പോൾ നോക്ക്, കുറച്ച് മുൻപിലേക്ക് നീക്കിയിട്ട് നമ്മൾ ത്രെഡ് കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യുന്നത് എന്താ, നമ്മൾ ആദ്യം ചെയ്ത ആ സ്റ്റിച്ചിൻ്റെ അരികത്തേക്ക് നീഡിൽ ത്രെഡ് എടുക്കുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇതൊക്കെ ഈസി മെത്തേഡ്സ് ആണ് കേട്ടോ, ചെയ്ത് പഠിക്കാൻ പറ്റിയ രീതികളാണ് ഞാൻ പഠിപ്പിച്ച് തരുന്നത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഇതാണ് കറക്റ്റ് രീതി. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവാം. ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്റ്റെം സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്ക് സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ റണ്ണിങ് സ്റ്റിച്ചൊക്കെ ചെയ്ത പോലെ ആയിരിക്കും ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളത് വൃത്തിയായിട്ട് ചെയ്ത് കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് മസ്റ്റായിട്ടും വേണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്റ്റ് ചെയ്യുക. പെയ്ഡാണ്. ഇത് നമ്മുടെ യൂട്യൂബിൽ കാണിക്കുന്നത് ഫ്രീ ക്ലാസ്സുകളാണ്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ പെയ്ഡ് ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വന്നിട്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കുക, ഇതേപോലെ നമ്മൾ ഓരോ സ്റ്റെമ്മായിട്ടും, അപ്പോൾ നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമുക്കിങ്ങനെ എന്താ പറയുക, ഉരുണ്ട് ഇരിക്കുന്ന പോലെ, അതായത് ഇങ്ങനെ നല്ല ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു സ്റ്റിച്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ സ്റ്റിച്ചിൻ്റെ ഉപയോഗങ്ങളൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ഇത് നമ്മൾ നെക്ക് ഡിസൈൻസിന് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റിച്ചായിരിക്കും കേട്ടോ. സ്റ്റിച്ചായിരിക്കും എന്നല്ല, ആണ്. നമ്മൾ സ്റ്റെംസ് ചെയ്യുമ്പോഴാണെങ്കിലും ചെറിയ ലീവ്സൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും, അതേപോലെ സ്റ്റെമ്മിൻ്റെ തന്നെ റോസ് ഫ്ലവേഴ്സ് നമുക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പല ഉപയോഗങ്ങളുള്ള ഒരു സ്റ്റിച്ചാണ് നമ്മുടെ ഈ ഒരു സ്റ്റെം സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നോക്ക്, നമ്മൾ ആദ്യം ചെയിൻ സ്റ്റിച്ച് പഠിച്ചു കഴിഞ്ഞു, സ്റ്റെം സ്റ്റിച്ചും പഠിച്ചു. പിന്നെ അതിന് മുമ്പ് കുറേ സ്റ്റിച്ചസ് നമ്മൾ പഠിച്ചു. അപ്പോൾ പ്രാക്ടീസ് മസ്റ്റാണ്. ചെയ്ത് പ്രാക്ടീസ് ആക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേപോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്